ഹലോ. ഇന്ന് വൈകുന്നേരത്തെ കുറച്ച് പണികളാണ് കേട്ടോ കാണിക്കുന്നത്. നമ്മൾ എന്നും വൈകുന്നേരം ആയി കഴിഞ്ഞാൽ കുറച്ച് തിരക്ക് പിടിച്ച പണിയായിരിക്കും കേട്ടോ. വൈകുന്നേരം എന്ന് പറഞ്ഞാൽ ഒരു 6:30 തൊട്ട് തുടങ്ങുന്ന പണി ഒരു 9 മണിയൊക്കെ ആകുമ്പോഴാണ് കേട്ടോ അവസാനിക്കാറ്. അത് ചിലപ്പോഴും നീളാറുണ്ട്, 9:30 10 മണിയൊക്കെ ആവും കേട്ടോ. അപ്പോൾ എന്താണ് ഇത്ര നേരം പണി എന്ന് ചോദിച്ചാൽ അതാ കുറച്ച് പണികൾ അധികം തന്നെ ഉണ്ട് കേട്ടോ. രാത്രികളിൽ ഇങ്ങനത്തെ പണികളൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചാലാണ് നമുക്ക് രാവിലെ അടുക്കളയിലത്തെ കാര്യങ്ങളൊന്ന് വേഗത്തിലായി കിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. രാവിലത്തേക്ക് വേണ്ടിയിട്ട് കഷ്ണങ്ങൾ മുറിച്ച് വയ്ക്കുന്ന പണിയാണ്. ഇന്നിപ്പോൾ നാളെ രാവിലെ വെള്ളരിക്ക വെച്ചിട്ടൊരു പച്ചടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് വലിയൊരു വെള്ളരിക്ക പച്ചക്കറി കടയിൽ നിന്ന് കൃഷ്ണേട്ടൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു പകുതി എടുത്തിട്ട് പച്ചടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അരിഞ്ഞ് വയ്ക്കുകയാണ്. നാളെ രാവിലെ പൊന്നൂന് സ്കൂളിൽ കൊണ്ടുപോകാനും ഉച്ചയ്ക്കൊക്കെ വേണ്ടിയിട്ടാണ്. പൊന്നൂനാണെങ്കിൽ പച്ചടി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ വെള്ളരിക്ക കിട്ടിക്കഴിഞ്ഞാൽ പച്ചടി എപ്പോഴും ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കഷ്ണങ്ങളൊക്കെ മുറിച്ച് വയ്ക്കുകയാണ് കേട്ടോ. ഞങ്ങൾക്ക് 2 പേർക്ക് മാത്രമേ വെക്കേണ്ടുള്ളൂ, പക്ഷേ കഷ്ണങ്ങളൊക്കെ ഒരുപാട് ഇടും ഞങ്ങൾ പച്ചക്കറിയൊക്കെ അത്യാവശ്യം നന്നായി കഴിക്കും. ഞാൻ മാത്രം കേട്ടോ, പൊന്നൊക്കെ കുറച്ചേ കഴിക്കുള്ളൂ. എനിക്കാണെങ്കിൽ ചോറ് കുറച്ചിട്ട് ഞാൻ ഈ ഉപ്പേരി കറിയത്തെ കഷ്ണങ്ങളൊക്കെ ഒരുപാട് കഴിക്കും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ചധികം തന്നെ കഷ്ണങ്ങളൊക്കെ ഒന്ന് മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് വൈകുന്നേരങ്ങളിലൊക്കെ കഷ്ണങ്ങളൊക്കെ മുറിച്ച് വയ്ക്കുകയാണെങ്കിൽ രാവിലത്തെ പണികളൊക്കെ കുറച്ച് എളുപ്പത്തിലായി കിട്ടും കേട്ടോ. ഞാൻ എപ്പോഴും ഇങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഉപ്പേരിക്കായിട്ട് വെണ്ടയ്ക്കയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. വെണ്ടയ്ക്കൊക്കെ നല്ലപോലെ ആദ്യം ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് കുറച്ച് നേരം വെള്ളത്തിലൊക്കെ ഒന്ന് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വീണ്ടും ഓരോന്നെടുത്ത് കഴുകി റെഡിയാക്കി. ഞങ്ങൾ ഹോൾസെയിൽ കടയിൽ നിന്നാണ് പച്ചക്കറിയൊക്കെ വാങ്ങിക്കാറ്. അപ്പോൾ നല്ല പൊടിയും ചളിയും ഒക്കെ ഉണ്ട് കേട്ടോ, അങ്ങനെ ഒന്നിച്ചിരുന്നത് കൊണ്ട്. പിന്നെ അല്ലെങ്കിൽ ചന്തയിൽ നിന്നാണ് വാങ്ങിക്കാറ്. എന്താണെങ്കിലും നല്ല ചളിയൊക്കെ ഉണ്ടാവും പുറത്ത് കൂടെയൊക്കെ വെണ്ടക്കടയൊക്കെ. അപ്പോൾ അത് നല്ലപോലെ ഒന്ന് ആദ്യം വൃത്തിക്ക് കഴുകിയെടുത്തിട്ട് പിന്നെയും കുറച്ച് നേരം വെള്ളത്തിലൊക്കെ ഇട്ട് വയ്ക്കും കേട്ടോ. എന്നിട്ട് ഓരോന്ന് എടുത്തിട്ട് ഉള്ളിൽ പുഴുവൊക്കെ ഉണ്ടോ നോക്കിയിട്ട് അതിൻ്റെ അറ്റവും വാലൊക്കെ ഒന്ന് മുറിച്ച് കളഞ്ഞിട്ട് ഉള്ളിലൊക്കെ ഒന്നും കൂടെ നോക്കും കേട്ടോ. എനിക്ക് എപ്പോഴും അബദ്ധം പറ്റാറുണ്ട് വെണ്ടയ്ക്ക മുറിക്കുമ്പോൾ. ചിലത് ഇങ്ങനെ ഒന്നിച്ച് പിടിച്ച് അരിയുമ്പോൾ ചിലത് ഈ കറുത്ത കളറിൽ കാണാൻ പറ്റും കേട്ടോ. പിന്നെ അത് ഞാൻ ഫുള്ളും പെറുക്കി കളയേണ്ടി വരും. അപ്പോൾ ആദ്യം തന്നെ ഇങ്ങനെ ഓരോന്ന് അരിയുമ്പോഴും ഞാൻ നോക്കാറുണ്ട് കേട്ടോ ഉള്ളിൽ പുഴു ഉണ്ടോ എന്നൊക്കെ. ചിലപ്പോൾ നല്ല വെണ്ടയ്ക്ക ആയിരിക്കും, ഉള്ളിൽ പുഴുവുള്ളതുമായിരിക്കും കേട്ടോ. അങ്ങനത്തെ അബദ്ധങ്ങളൊക്കെ എനിക്ക് പറ്റാറുണ്ട്. അപ്പോൾ ഞാൻ ഓരോ ഇത് അരിയുമ്പോഴും നോക്കിയിട്ടാട്ടോ ചെയ്യാറ്. അങ്ങനെ കുറേ അബദ്ധം പറ്റിയത് കൊണ്ട് തന്നെ അങ്ങനെ. അപ്പോൾ ഉപ്പേരിക്കുള്ള വെണ്ടയ്ക്കയൊക്കെ ഒന്ന് അരിഞ്ഞ് അതും പാത്രത്തിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഒരു പാത്രത്തിലാക്കി അടച്ചിട്ട് അങ്ങനെ ഫ്രിഡ്ജിലേക്ക് വെക്കുക ചെയ്യാറ്. പിന്നെ നാളെ രാവിലെ പെട്ടെന്ന് എടുത്തിട്ട് ഉണ്ടാക്കിയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്നും രാത്രി ഇങ്ങനെ ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ, പ്രത്യേകിച്ച് സ്കൂളൊക്കെ ഉള്ള ദിവസങ്ങളിൽ. അപ്പോൾ അതങ്ങനെ ഫ്രിഡ്ജിലേക്ക് കൊണ്ടുപോയി വെച്ചു കേട്ടോ. ഈ ഒരു പണി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ചെയ്യുന്നൊരു പണി എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഭക്ഷണം അതെന്താണെങ്കിലും ഈ ഒരു സമയത്ത് ഞാൻ കഴിക്കും. ഇപ്പോൾ സമയം ഒരു 7:30 ആയിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ചോറാണ് കഴിക്കുന്നത്. പൊന്നൂന് ചോറ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. അപ്പോൾ പൊന്നൂന് ഇന്ന് ദോശ മതിയെന്ന് പറഞ്ഞു. അപ്പം എന്നാൽ ശരി, കുറച്ച് ചോറ് ബാക്കിയുണ്ട്, അത് ഞാൻ കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞാൻ ചോറുണ്ടാണ് കേട്ടോ. ഇന്നിപ്പോൾ ഓട്സ് കഞ്ഞി ഉണ്ടാക്കി കുടിക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത് കേട്ടോ. പക്ഷേ പൊന്നൂന് ദോശ മതി എന്ന് പറഞ്ഞപ്പോൾ ഉള്ള ചോറ് ഞാൻ തന്നെയാണ് കഴിച്ചു. അപ്പോൾ രാവിലെ ഉണ്ടാക്കിയ ഉപ്പേരികൾ ബാക്കിയുണ്ട്. ഒക്കെ ഒരാൾക്ക് കഴിക്കാനുള്ളത് തന്നെ ഉള്ളൂ കേട്ടോ. ചോറാണെങ്കിലും ഉപ്പേരി ആണെങ്കിലും കറിയാണെങ്കിലൊക്കെ. അപ്പോൾ ഓട്സ് കഞ്ഞി ഉണ്ടാക്കിയിട്ട് കുറച്ച് ഉപ്പേരിയും, പൊന്നു എന്തായാലും 2 ഉപ്പേരിയൊന്നും കഴിക്കില്ല, അവൾക്കൊക്കെ ഓരോന്ന് തന്നെ ഇഷ്ടമുള്ളൂ. അപ്പോൾ ഞാൻ ഉപ്പേരിയും കഞ്ഞിയും കൂടെ കുടിക്കാമെന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു. പക്ഷേ അവളുടെ ദോശപ്പൂതി കൊണ്ട് അവൾക്കത് ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ പിന്നെ ചോറ് ഞാൻ തന്നെ കഴിക്കാൻ വിചാരിച്ചു. അപ്പോൾ മീൻ വറുത്തതുണ്ട്, അയില മീനാണ് കേട്ടോ, അത് വറുത്തിട്ടുണ്ട്. കയപ്പയ്ക്ക ഉപ്പേരിയുണ്ട്, അവരക്ക ഉപ്പേരിയുണ്ട്, പിന്നെ മീൻ കറിയാണ് കേട്ടോ. രാവിലെ കൃഷ്ണേട്ടന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതും ഉണ്ട് കുറച്ച്. അതൊക്കെ കൂട്ടിയിട്ട് ഞാനങ്ങനെ ചോറുണ്ട് കേട്ടോ. പൊന്നു ഈ ഒരു സമയത്ത് കഴിക്കില്ല. അവളെടുത്ത് കഴിക്കാൻ പറഞ്ഞാലും നേരത്തെ കഴിക്കാൻ പറഞ്ഞാലും കഴിക്കില്ല. സ്കൂൾ വിട്ട് വന്ന ഉടനെ അവൾ എന്തെങ്കിലുമൊക്കെ കഴിക്കാറുണ്ട്. അപ്പോൾ അവൾക്ക് വിശക്കണില്ല പറയുക ആ സമയത്ത്. അവളൊരു 8-8:30 ആകുമ്പോഴേ കഴിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ചോറുണ്ണാൻ തീരുമാനിച്ചു. അങ്ങനെ ചോറുണ്ടാണ് കേട്ടോ. വറുത്ത മീനൊന്നും ഞാൻ അങ്ങനെ രാത്രി അധികം കഴിക്കാറില്ല കേട്ടോ. ഇന്നിപ്പോൾ മീൻ വറുത്തത് ഒരു 3 പീസ് ഉണ്ട്. അപ്പോൾ പൊന്നൂനാണെങ്കിൽ ദോശ മതി പറഞ്ഞതുകൊണ്ട് അവളിനിപ്പോൾ മീൻ വറുത്തത് കഴിക്കില്ല. അപ്പോൾ ഈ 3 പീസ് ഇനി ഫ്രിഡ്ജിലേക്ക് തന്നെ വെക്കണ്ടേന്ന് വിചാരിച്ചിട്ട് ഒരു പീസ് എടുത്ത് കഴിച്ചു കേട്ടോ. ഇങ്ങനത്തെയൊക്കെ നോൺ വെജൊക്കെ കഴിക്കുന്ന സമയത്ത് ഞാൻ ഒരുപാട് നേരത്തെ തന്നെ ഭക്ഷണം കഴിക്കാൻ നോക്കാറുണ്ട് കേട്ടോ. എനിക്കല്ലാണ്ട് കുറച്ചായിട്ട് അങ്ങനെ പറ്റാറില്ല. അപ്പോൾ ഞാനിപ്പോൾ അങ്ങനെ ശ്രദ്ധിക്കാറുണ്ട്. 8 മണിയാകുമ്പോഴേക്കും ഞാൻ എൻ്റെ രാത്രിയത്തെ ഭക്ഷണം കഴിക്കും കേട്ടോ, അതെന്താണെങ്കിലും. പിന്നെ ചോറൊക്കെ കൊണ്ടുവന്നിട്ട് പിന്നെ ചെയ്യുന്ന പണി എന്താണെന്ന് വെച്ചാൽ നാളത്തേക്കുള്ള ചോറൊന്ന് തിളപ്പിച്ച് വെക്കുക എന്നുള്ളതാണ് കേട്ടോ. ഇതും എന്നും ചെയ്യുന്നൊരു പണിയാണ്. ചോറ്
എപ്പോഴാണെങ്കിലും ഞാൻ തിളപ്പിച്ച് അങ്ങനെ റൈസ് കുക്കറിലേക്ക് ഇറക്കി വയ്ക്കും കേട്ടോ. രാവിലെ എണീറ്റ അതും ഒരു പെട്ടെന്നായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഈ ഒരു ഗ്യാസ് അടുപ്പ് മാത്രമേ ഉള്ളൂ. അടുപ്പ് തീ കത്തിക്കണ അടുപ്പ് മറ്റേ നമ്മുടെ വിറകടുപ്പൊന്നുമില്ല. അപ്പോൾ കുറച്ച് വേവുള്ള അരിയും കൂടെയാണ്. അപ്പോൾ ഇങ്ങനെ വേവിച്ചാൽ മാത്രമേ കേട്ടോ അരിയൊക്കെ ഒന്ന് വെന്ത് കിട്ടുള്ളൂ. ഇത് കുറച്ച് അരിയാണ് ഇടുള്ളൂ, എന്നാലും അത് വെന്ത് കിട്ടാൻ പിന്നെയും ഞാൻ രാവിലെ കുക്കറിലൊന്നും കൂടെ വിസിലടിപ്പിക്കും കേട്ടോ. എന്നാലും നമുക്ക് ഇങ്ങനത്തെയൊക്കെ ഓരോ എളുപ്പ പണികൾ ചെയ്താൽ തന്നെ റെഡി ആവുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചോറ് തിളപ്പിച്ച് വയ്ക്കുകയാണ് കേട്ടോ. രാത്രി അതെങ്ങോട്ട് പോവുകയാണെങ്കിലും ഞാൻ ആദ്യം ചോറ് തിളപ്പിച്ച് വയ്ക്കും. നമ്മൾ ഉച്ചയ്ക്ക് കഴിക്കാൻ ഉണ്ടാവില്ല എന്ന് ഉറപ്പുള്ള സമയത്ത് മാത്രമേ കേട്ടോ ഞാൻ ഈ ചോറ് വയ്ക്കാണ്ടിരിക്കുള്ളൂ. അല്ലാത്ത ഏത് സമയങ്ങളിലും ചോറ് ഞാൻ തിളപ്പിച്ച് രാത്രി തന്നെ വയ്ക്കും. പിന്നത്തെ പണി എന്താണെന്ന് വെച്ചാൽ പൊന്നുവിൻ്റെ യൂണിഫോമൊക്കെ ഒന്ന് ഇട്ട് വെച്ചിട്ട് വേണം കേട്ടോ പിന്നെ പാത്രങ്ങളൊക്കെ കഴുകി അടുക്കളയൊക്കെ വൃത്തിയാക്കാൻ. അപ്പോൾ നമ്മുടെ പണിയൊക്കെ ഏകദേശം ആയി കേട്ടോ. അപ്പോൾ അടുക്കളയൊക്കെ തുടച്ച് വൃത്തിയാക്കി വെച്ചു. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. രാത്രി ഞാൻ ബാക്കി വരുന്ന ചോറ് ഇതുപോലെ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് കേട്ടോ. ഇനിയിപ്പോൾ പണിയൊന്നുമില്ല. ഇനി മേലൊക്കെ ഒന്ന് കഴുകുക, എനിക്ക് കഴിക്കാനുള്ള മരുന്നൊന്ന് കഴിക്കുക, പിന്നെ കുറച്ച് നേരം പുറത്തൊക്കെ ഒന്ന് പോയിരിക്കും കേട്ടോ. പിന്നെ ഞാനും പൊന്നും കൂടെ കിടന്നുറങ്ങും. അപ്പോഴേക്കും പൊന്നുവിൻ്റെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബായ്.